ഇതുപോലെ ഉണ്ടല്ലോ, ഇത്ര ഭംഗിയായിട്ട് നിറച്ച് ഓരോ കൊലയിലും ഇതുപോലെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എന്താണെന്നറിയാമോ, ഇന്ന് നമ്മുടെ ഓർക്കിഡ് റോസിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അല്ലേ. ആ ഒരു റോസാ ചെടിയിൽ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കൊലകുത്തി പൂക്കൾ നിൽക്കുന്നത് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓർക്കിഡ് റോസ് നിറച്ചിങ്ങനെ പൂക്കൾ വരുന്നത്, കൂടാതെ നമ്മുടെ ഓർക്കിഡ് റോസ് നടുന്ന ആ ഒരു പോട്ടി മിക്സർ ഏത് രീതിയിലാണ് നട്ടു കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കൂട്ടുകാരോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ, നമ്മളൊരു ഫേസ്ബുക്ക് പേജും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേരും J4 ടിപ്സ് എന്നാണ് കേട്ടോ. അതിൽ നമ്മൾ ഗാർഡനിങ് പരമായ കാര്യങ്ങളും അതുപോലെ മറ്റുള്ള എന്താ പറയുക കുറച്ച് എൻ്റർടൈൻമെൻറ്റായ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ കൂടുതലായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓർക്കിഡ് റോസിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളെയാണ് ഇന്ന് ഈ കാണിച്ചു തരുന്നത്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? ഓർക്കിഡ് റോസിൽ നിറച്ച് ആ ഓരോ അതായത് ഇതിൻ്റെ ഓരോ ബ്രാഞ്ചസിലും നിറഞ്ഞ് പൂക്കളാണ് കേട്ടോ. ഇത് കണ്ടോ എന്ത് ഭംഗിയായിട്ടാന്ന് നോക്കിയാൽ കൊല്ല കുത്തിയാണ് പൂക്കളുണ്ടായി നിൽക്കുന്നത്. നമ്മൾ ഈ ഓർക്കിഡ് റോസ് കഴിഞ്ഞ് ഒരു മാസം മുന്നേ നമ്മൾ കുറച്ച് സെയിൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നട്ടു കൊടുത്ത റോസാണ് ഇത്. കണ്ടോ, നമ്മുടെ റോസിലെല്ലാത്തിലും അതിലുണ്ടായിരുന്ന ബ്രാഞ്ചസിലെല്ലാം തന്നെ നിറഞ്ഞ് പൂക്കളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർക്കിഡ് റോസ് തന്നെയുണ്ടല്ലോ, ഞാനിവിടെ ഒരു 3-4 ചട്ടിയിൽ ഒന്നിച്ച് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ ഓർക്കിഡ് റോസാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് റോസ് ഇതുപോലെ എങ്ങനെയാണ് എല്ലാ റോസും നിറഞ്ഞ് പൂക്കുന്നത് എന്ന് അറിയണ്ടേ. നല്ലൊരു പോട്ടി മിക്സർ തയ്യാറാക്കിയാൽ മാത്രമാണ് നമ്മുടെ ഓർക്കിഡ് റോസ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും നിറഞ്ഞ് പൂക്കളൊക്കെ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഓർക്കിഡ് റോസിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളെയൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതേ രീതിയിൽ കേട്ടോ നമ്മൾ നട്ടു കൊടുക്കുന്ന നമ്മുടെ എല്ലാ റോസിലും അതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു പോട്ടി മിക്സർ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു പോട്ടി മിക്സറിൽ നമ്മുടെ ഒരു റോസ്റ്റഡ് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെടികൾ വരും കേട്ടോ. അങ്ങനെയുണ്ടല്ലോ, ഞാൻ ചെടികൾ നടാൻ വേണ്ടിയിട്ട് നമ്മൾ നിറയ്ക്കുന്ന ഒരു പോട്ടി മിക്സറാണിത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ചെടികളും നടാൻ വേണ്ടിയിട്ടും കുറച്ച് നേരത്തെ ഉണ്ടല്ലോ നമ്മളൊന്ന് മണ്ണ് ഒന്ന് ട്രീറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അതായത് ഇതിപ്പോൾ ചെയ്ത് വെച്ചേക്കണത് മണ്ണിൽ നമ്മൾ കുറച്ച് കുമ്മായം, അതായത് കുമ്മായപ്പൊടി വിതറിയിട്ടിട്ട് ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കും കേട്ടോ. അപ്പോൾ ഈ കുമ്മായപ്പൊടി വിതറുന്നതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ കരിയില ഉണ്ടെങ്കിൽ ആ കരിയിലയും കൂടെ ഇതിൻ്റെ കൂടുതൽ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മണ്ണൊന്ന് എല്ലാം കൂടി ഒന്ന് പൊത്തി വെക്കണേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കരിയില ചേർത്തിട്ടില്ല, കുമ്മായം ചേർത്ത് റെഡിയാക്കി വെച്ചേക്കണതാണ്. ഇനി നമുക്ക് ബാക്കി ഇതിലോട്ട് എന്തൊക്കെ ചേർത്ത് കൊടുക്കണമെന്ന് കാണാം. അടുത്തായിട്ടുണ്ടല്ലോ നമുക്ക് നല്ല എന്താ പറയുക നല്ല വളം, അതായത് നടുന്ന ചെടികൾക്ക് ആ ഒരു വളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് നമ്മുടെ ചാണകപ്പൊടിയാണ് കേട്ടോ. ഇത് കണ്ടോ, ചാണകപ്പൊടി. അപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ ഒരു പോട്ടോളം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഒരു ചട്ടിയിൽ നടാനല്ല, ഇപ്പോൾ ഇതെനിക്ക് പിന്നീടും മറ്റുള്ള ചെടികൾക്ക് നടാൻ വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടാണ് കേട്ടോ ചാണകപ്പൊടി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ചകിരിച്ചോറ് ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മൾ കുറച്ച് കരിയിലൊക്കെ നല്ലോണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു പോട്ടി മിക്സറിൻ്റെ കൂടുതൽ ഞാൻ വേറെ നമ്മുടെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊന്നും ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ റോസ് ഒന്ന് നമ്മുടെ ഈ ഒരു പോട്ടിലെ മണ്ണുമായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ മാത്രമായിട്ടാ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയുണ്ടല്ലോ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സർ മൊത്തത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ റോസ് ചെടി നടാനെടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിപ്പമുള്ള പോട്ട് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് നമ്മൾ ആ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും, അതായത് ആ റോസ് ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് നമ്മുടെ വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് നല്ലൊരു പോട്ട് സെലക്ട് ചെയ്യുക. ഇനിയുണ്ടല്ലോ നമ്മൾ ഈ ഒരു പോട്ടിൻ്റെ അടിഭാഗത്തേക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ ചുടുകട്ട ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടിക ആയാലും മതി കേട്ടോ. നമ്മുടെ ഇഷ്ടികയും നമ്മുടെ ഈ ചുടുകട്ടയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെടികൾ നട്ട് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതലുള്ള വെള്ളം നമ്മുടെ ഈ ഒരു ഇഷ്ടിക, അതായത് ഈ ഇഷ്ടികയിലോട്ട് എത്ര വെള്ളം ഒഴിച്ചാലും അത് പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടിഭാഗത്ത് ഒരു കുറച്ച് ഇഷ്ടിക വെച്ച് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ അടിഭാഗത്തായിട്ട് നമ്മളൊരു കുറച്ച് ഇഷ്ടിക വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കരിയിലയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കരിയില ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ റോസ് ചെടിൻ്റെ വേര് നല്ല രീതിയിൽ
പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക റൂട്ടുകൾ നല്ല പാസ് ചെയ്താലാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ വലിച്ചെടുക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ പോട്ടി മിക്സർ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് റോസ്. അപ്പോൾ ഈ ഓർക്കിഡ് റോസിനെ നമുക്ക് കവറൊക്കെ ഒന്ന് കീറിയിട്ട് നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഒരു കുറച്ച് മണ്ണ് നമുക്ക് കളയാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു പാറ പോലത്തെ മണ്ണാണ്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമാണ് കേട്ടോ നമ്മുടെ റോസ് ആ ഒരു റൂട്ട് നമ്മുടെ മണ്ണിലേക്കൊന്ന് ഇളകി എന്താ പറയുക വേര് പിടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ റോസ് ചെടികൾ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നിറച്ച് വെച്ച നമ്മുടെ പോട്ടി മിക്സറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചെടീനെ അങ്ങോട്ട് നട്ടു കൊടുക്കുക. ബാക്കിയുള്ള പോട്ടി മിക്സറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു രീതിയിലുണ്ടല്ലോ നമ്മുടെ ചെടികൾ നമുക്ക് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിനി പ്രത്യേകിച്ച് പെട്ടെന്ന് വളങ്ങളൊന്നും കൊടുക്കണ്ട. നമ്മുടെ ചെടി ഇങ്ങനെ തന്നെ നട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനിയുണ്ടല്ലോ നമ്മളൊന്ന് നനച്ച് കൊടുത്തിട്ട് ഷെയ്ഡിൽ വെക്കണം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു സിമെൻറ്റിൻ്റെ പോട്ടും കൂടി ആയതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒരു കാരണവശാലും നമ്മുടെ ചെടിച്ചട്ടിയിൽ കെട്ടിക്കിടക്കില്ല കേട്ടോ. അപ്പോൾ സിമെൻറ്റിൻ്റെ പോട്ടിലൊക്കെ ചെടികൾ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ വെള്ളം അങ്ങോട്ട് വലിച്ചെടുക്കും ഈ സിമെൻറ്റിൻ്റെ ചട്ടി. അപ്പോൾ സിമെൻറ്റിൻ്റെ ചട്ടി നല്ലതാണ് കേട്ടോ നമുക്ക് ചെടികൾ നടാനായിട്ട്. അപ്പോൾ ഇതുപോലെ നട്ട് കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് നനച്ച് കൊടുത്ത് ഷെയ്ഡിൽ വെക്കാതെ. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ റോസ് ചെടിയിൽ ഇതുപോലെ നട്ടു കൊടുക്കുന്ന റോസ് ചെടിയിൽ പിന്നെ നമുക്ക് ഇതുപോലെ വരുന്ന ഈ തലഭാഗം ഉണ്ടല്ലോ ഒന്ന് ഇങ്ങനെ വള്ളി പോലെ പോകുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പം ഇനി നമുക്ക് വീണ്ടും ആ വരുന്ന തളിർപ്പുകളുണ്ടല്ലോ പുതിയ കുറേ നല്ല ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പം നിറച്ച് നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഒത്തിരി പൂക്കളെ ഒന്നിച്ച് കാണാൻ പറ്റുമേ. ഇതുപോലെ ഉണ്ടല്ലോ ഇത്ര ഭംഗിയായിട്ട് നിറച്ച് ഓരോ കൊലയിലും ഇതുപോലെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന വളം എന്താണെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് ആ ഒരു വളം കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെടിയിൽ കിട്ടുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ചെടികളിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കൊടുക്കുന്ന ഒരു വളം. അതായത് ഇത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു വളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അതായത് ഇത് ഉപയോഗിക്കുന്ന രീതികളും എല്ലാം ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വളത്തിൻ്റെ പേരാണ് K20. അതായത് ഇത് ഓർഗാനിക് പൊട്ടാഷാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊട്ടാഷിൻ്റെ കണ്ടൻറ്റ് ഇതിൽ കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ചെടികളുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ചെടികളിൽ ഇതൊരു ഏകദേശം ഒരു 1.5 ആഴ്ചയായി കാണും നമ്മൾ ഈ ചെടിയിൽ ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ. അതായത് നമ്മൾ അന്ന് കൊടുത്തപ്പോൾ നമ്മുടെ ഈ ഒരു ഡബിൾ പെറ്റൽസിൻ്റെ ചെടികളിലൊന്നും പൂക്കളില്ലായിരുന്നു. ഇപ്പം നോക്കി എല്ലാത്തിലും നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല നിറച്ച് മുട്ടുകളും ഉണ്ട് കേട്ടോ. കണ്ടോ എന്തോരം മുട്ടുകളാണ് നോക്കി വരുന്നത്. അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു വളമാണ്. അപ്പം ഈ ഒരു വളം ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നിങ്ങൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. പക്ഷെ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ടല്ലോ 510 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് 50 ഗ്രാമേ ഉള്ളൂ കേട്ടോ. അതിനാണ് ഈ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ഗ്രാമോളം എടുത്തിട്ട് നമ്മളൊരു 1.5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നമ്മുടെ ചെടികളിൽ പൂവില്ലാത്ത സമയം നോക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ചെടികളിലും നിറച്ച് പെട്ടെന്ന് പൂമുട്ടുകളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം നല്ലൊരു വളമാണ്. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു വളമാണ് കേട്ടോ. ഈ ഓർക്കിഡ് ചെടി ഉണ്ടല്ലോ നമ്മളിങ്ങനെ വെക്കുന്ന ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾ ഒരു കുറച്ച് ഹൈറ്റുള്ള ഏതെങ്കിലും ഒരു പ്രതലത്തിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ഓർക്കിഡിനെ നമുക്ക് ഹാങ് ചെയ്തിട്ടാ കേട്ടോ. അപ്പോൾ ഇത് ഹാങ് ചെയ്ത് ഈ ചട്ടിയോട് കൂടെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാട്ടോ. ഇതിങ്ങനെ എന്തായാലും ഈ ഓർക്കിഡിൽ പൂക്കൾ വിരിയുമ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങനെ താഴേക്കായിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ താഴേക്ക് കിടക്കുന്ന ആ പൂവിനെ നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇനി അതല്ലെങ്കിൽ നമുക്കിതുപോലെ ചെറിയ കമ്പ് കുത്തി കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാത്തിനും കൂടെ ഒന്നിച്ചിങ്ങനെ നിർത്താവുന്നതാണ് കേട്ടോ.